നമ്മളിപ്പോൾ കണ്ടത് ഗൗരംഗ മഹാപ്രഭു ഗദാധർ പ്രഭുവാണ്. ഈ ഗദാധർ പണ്ഡിറ്റ് എന്ന് പറയുന്നത് രാധാറാണിയുടെ ഇൻകാർണേഷനാണ്. അതായത് രാധാറാണി എങ്ങനെയാണോ കൃഷ്ണനെ സേവിച്ചത് അതുപോലെ ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ സ്നേഹം എപ്പോഴും ഒരു കൂട്ടുകാരനെ പോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല സച്ചിമാത പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും എൻ്റെ മോനെ നോക്കിക്കൊള്ളണം എന്ന് പറയും. അപ്പോൾ രാധാറാണിയുടെ അടുത്ത് യശോദമ്മ പറയുന്നത് പോലെയാണ്. യശോദമ്മ പറയും, നീ എൻ്റെ കൃഷ്ണനെ എന്നും പാചകം ചെയ്തു കൊടുക്കണം, എപ്പോഴും കൃഷ്ണനെ നോക്കണമെന്ന് പറയും. അതുപോലെ ഗദാധരർ എപ്പോഴും ചൈതന്യ മഹാപ്രഭുയുടെ കൂടെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മൾ കണ്ടത് അമ്പലം എന്ന് പറഞ്ഞാൽ അദ്വൈതാചാര്യരുടെ വീടാണ്. ഈ അദ്വൈതാചാര്യർ ഭഗവാന്റെ തന്നെ അവതാരമാണ്. അതായത് വിഷ്ണുവിടെ അവതാരമാണ്. അദ്ദേഹം ഭഗവാന്റെയും ശിവൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. സദാശിവം എന്നാണ് പറയുന്നത് ആ അവതാരത്തിന്. അതായത് പാലും തൈരും പോലെ, പാലിൽ നിന്നാണ് തൈരുണ്ടായതെങ്കിലും തൈര് തിരിച്ച് പാലാകില്ല. അതുപോലെ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നാലും ആ അവതാരം അത്ര പൂർണ്ണമല്ല. പക്ഷേ ഈ അദ്വൈതാചാര്യരാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അവതരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അദ്വൈതാചാര്യർ വന്നിട്ട് ഡെയിലി പ്രാർത്ഥിക്കും. കാരണം ഈ നവദ്വീപ് അല്ല, ഈ കൽക്കട്ട മൊത്തവും തന്നെ ആൾക്കാരെല്ലാം നോൺ വെജ് യൂസ് ചെയ്യും, വയലൻസ് ചെയ്യും, ദുർഗ കാളി പൂജയൊക്കെ ആയിട്ട് വൈഷ്ണവം തന്നെ ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡെയിലി ശാലഗ്രാമശിലയ്ക്ക് ഗംഗാജലവും തുളസിയും വെച്ചിട്ട് ഭഗവാൻ അങ്ങ് നേരിട്ട് വന്നാൽ മാത്രമേ ഈ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്വൈതാചാര്യർ പ്രാർത്ഥിക്കും. അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന ഒരു കാരണമാണ് ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ വന്ന് ജനിക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലാണ്, അവിടെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം ചൈതന്യ അദ്വൈതാചാര്യൻ്റെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുരുസ്ഥാനമാണ്. കാരണം ഈശ്വരപുരി മഹാരാജാണ് ചൈതന്യ മഹാപ്രഭുയുടെ ഗുരു. ആ വ്യക്തിയും അദ്വൈതാചാര്യരും ഗോഡ് ബ്രദേഴ്സാണ്. അതുകൊണ്ട് അദ്വൈതാചാര്യരും ചൈതന്യ മഹാപ്രഭുയുടെ ഗുരുസ്ഥാനം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ദർശനം എടുത്തിട്ട് ഇപ്പോൾ തിരിച്ച് മുരാരി ഗുപ്തയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്ന അങ്ങറ്റത്ത് കാണുന്നതാണ് മുരാരി ഗുപ്തയുടെ വീട്. അവിടെ പോകാൻ നോക്കി. ഇപ്പോൾ മുരാരി ഗുപ്തയുടെ വീട്ടിലാണ് പോകുന്നത്. മുരാരി ഗുപ്ത വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ പ്രായത്തിൽ കൂടുതലാണ്. അച്ഛൻ്റെ പ്രായം ഉണ്ടാവും. പക്ഷെ മുരാരി ഗുപ്ത വൈദ്യരാണ്. മുരാരി ഗുപ്ത ഹനുമാൻ്റെ അവതാരമാണ്. വലിയ രാമഭക്തനാണ്. ഒരു പ്രാവശ്യം ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അദ്ദേഹത്തിന് വരാഹമൂർത്തിയായിട്ട് ദർശനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് കൃഷ്ണനാണ് പരമപുരുഷൻ, കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ മുരാരി ഗുപ്തയുടെ അടുത്ത് പറയുമ്പോൾ മുരാരി ഗുപ്തയ്ക്ക് അറിയാം പരമപുരുഷനായ കൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമചന്ദ്രമൂർത്തിയെക്കാളും ലീല അവതാരം എന്ന് പറയുന്ന രീതിക്ക് കൃഷ്ണന് അത്ര പ്രാധാന്യമുണ്ട് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുമ്പോൾ മുരാരി ഗുപ്തയ്ക്ക് അത് അങ്ങ് ഉൾക്കൊള്ളാൻ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ മുരാരി ഗുപ്ത കരഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഹനുമാൻ്റെ അവതാരമായതുകൊണ്ട് രാമചന്ദ്രമൂർത്തി അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു അത് മനസ്സിലാക്കിയിട്ട് മുരാരി ഗുപ്തനെ കെട്ടിച്ചേർത്ത് പിടിച്ചിട്ട് പറയും, നീ രാമചന്ദ്രമൂർത്തിയെ തന്നെ ആരാധിച്ചാലും മതി, ആ രാമചന്ദ്രമൂർത്തിക്കും കൃഷ്ണനും ഒരു വ്യത്യാസവും ഇല്ല എന്ന് ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയുടെ അടുത്ത് പറയും. അതിനുശേഷം മുരാരി ഗുപ്തയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മുരാരി ഗുപ്ത വൈദ്യരാണ്. അതുകൊണ്ട് ഭക്തന്മാർക്കും ചൈതന്യ മഹാപ്രഭുവിന് എല്ലാവർക്കും ഈ മെഡിസിൻ കൊടുക്കൽ, ഭക്തന്മാരുടെ ഇടയിൽ ഡോക്ടറൊക്കെ കാണില്ലേ, അതുപോലെ മുരാരി ഗുപ്ത അങ്ങനെ ഒരു സേവനവും ചെയ്തിട്ടുണ്ട്. മുരാരി ഗുപ്തയുടെ ഇൻഫർമേഷനിൽ നിന്നിട്ടാണ് ചൈതന്യ ചരിതാമൃതം ഒക്കെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചൈതന്യ ചരിതാമൃതം എഴുതാനായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് റെഫറൻസായിട്ട് മുരാരി ഗുപ്തയുടെ ഡയറി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ദർശനം എടുക്കാം. ഇവിടെ മേലെ കംപ്ലീറ്റ് രാമലീലയൊക്കെ
വരച്ച് വെച്ചിട്ടുണ്ട്. നവദ്വീപിൽ ബാക്കി എല്ലായിടത്തും കൃഷ്ണലീല, ചൈതന്യലീലയൊക്കെ കാണാം. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് രാമലീലയെക്കുറിച്ചാണ് വരച്ചിരിക്കുന്നത്. രാവണനെ വധിക്കുന്നത്. ഈ ഓർഡറിൽ നോക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി, ലക്ഷ്മണ, സീതാദേവി, ഹനുമാൻ 3 പേരെയും കാണാൻ സാധിക്കും. ഈ വെള്ളം ഇവിടെ ഒരു കിണർ പോലെ ഉണ്ട്. അവിടെ നിന്ന് ഒരു മോട്ടർ ഇട്ട് വെള്ളം എടുക്കുകയാണ്. ആക്ച്വലി ഈ വെള്ളം ചൈതന്യ മഹാപ്രഭുവിന്, മുരാരി ഗുപ്ത ഡോക്ടറാണ്. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അപ്പോൾ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഒരിക്കൽ വീട്ടിൽ പ്രസാദമൊക്കെ കഴിച്ചിട്ട് വയറുവേദന എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് മുരാരി ഗുപ്ത ഈ വെള്ളം കുടിച്ചാൽ മതി മാറുമെന്ന് പറയും. അങ്ങനെ ഈ വെള്ളം കുടിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭുയുടെ എന്താ പറയുക, ഹെൽത്ത് പ്രോബ്ലമൊക്കെ മാറും. ഇപ്പോഴും അത് പ്രസാദമാക്കി എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ വെള്ളം കുടിക്കാറുണ്ട്. ഹരേ കൃഷ്ണ. ഇതാ വിജയമുകുന്ദ പ്രഭു വെള്ളം കുടിക്കാൻ പോകും. ഇതിൻ്റെ താഴെ കിണറായിട്ടുണ്ട് അതിന്. ഹരേ കൃഷ്ണ.